ഹായ് ഹലോ ഗൈസ്, മോർണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ വീണ്ടും ഫുൾ പവറായിട്ട് വന്നേക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയൊന്നുമല്ല, കുറച്ച് തീർത്ഥാടനം നിറഞ്ഞൊരു യാത്രയാണ് ഇന്നുള്ളത്. ഇതിപ്പോൾ ഞാനിന്നുള്ളത് തമിഴ്നാട്ടിലാണ് ഗൈസ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്നറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ പൗരാണികമായൊരു സിറ്റിയാണ് തിരുച്ചി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി. അപ്പോൾ അവിടുത്തെ കുറച്ച് പൗരാണികമായ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഭയങ്കര അതിമനോഹരമായിട്ട് മനുഷ്യൻ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. തിരുച്ചിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരിക്കും, തിരുച്ചി ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ തിരുച്ചിയിലെ ഫസ്റ്റ് ദിവസമാണ് ഇന്നത്തെ എൻ്റെ. അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നുണ്ട്. വളരെ അടിപൊളി അതിമനോഹരമായ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ പൗരാണികമായ ചരിത്രവും എല്ലാം നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ. ബ്രഹ്മപുരേശ്വരം ടെമ്പിൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സിരികനൂർ എന്ന ഗ്രാമത്തിലാണ് തേജസുറ്റ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ 5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് തിരുപ്പത്തൂർ എന്ന ചെറിയ കുഗ്രാമത്തിലേക്ക് പോകണം. അവിടെ ബ്രഹ്മദേവൻ്റെ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരാളുടെ വിധി മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണിത് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. മനുഷ്യരാശിയുടെ സൃഷ്ടാവാണ് ബ്രഹ്മാവ്. പക്ഷേ ലോകത്ത് ബ്രഹ്മാവിനായി വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ക്ഷേത്രമാണിത്. ഫൈനലി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറകെ കാണുന്നതാണ് ക്ഷേത്രം. ഇതാണ് ബ്രഹ്മപുരേശ്വരൻ ടെമ്പിൾ. തിരുച്ചിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താനായിട്ട് പറ്റും. നല്ല തിരക്കൊക്കെ ഉള്ള വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ രാജഗോപുരം നിങ്ങൾക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നതുകൊണ്ട് രാജഗോപുരം എല്ലാം മൂടിയിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്കിവിടെ ഭക്തജനങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് കാണാം. 36 വിളക്കുകളാണ് ഒരാൾ തെളിയിക്കുന്നത്. 27 നക്ഷത്രങ്ങളെയും 9 നവഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 36 വിളക്കുകൾ. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെവിടെ കാത്തിരിക്കുന്നത്. രാജഗോപുരം കണ്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വേദമണ്ഡപത്തിലോട്ടാണ്. അവിടെ കൊടിമരം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്കവിടെ നന്ദി ഭഗവാനെയും കാണാം. രുദ്രാക്ഷ ശൃംഖലയ്ക്ക് നടുവിലാണ് നന്ദി ഭഗവാൻ ഇരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത് കൊണ്ട് മൊത്തത്തിലൊരു മാറ്റമുണ്ടായിരുന്നു. നന്ദി ഭഗവാന്റെ മുകളിലുള്ള രുദ്രാക്ഷ ശൃംഖലയെല്ലാം എടുത്തു മാറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. ശില്പങ്ങളെല്ലാം വീണ്ടും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് നാദമണ്ഡപം കാണാം. ഈ മണ്ഡപത്തിലെ 7 തൂണുകൾ 7 സ്വരങ്ങളുടെ പ്രതീകമാണ്. ബ്രഹ്മാവ് അങ്ങേയറ്റം മര്യാദയുള്ളവനും ദയയുള്ളവനുമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്ന് ആരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. നാദമണ്ഡപം കടക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ കാണാം. മഞ്ഞളിൻ്റെ സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. ബ്രഹ്മാവിൻ്റെ വിഗ്രഹം മഞ്ഞൾ തേച്ച് അഭിഷേകം ചെയ്ത നിലയിലാണുള്ളത്. ഈ വിഗ്രഹം സ്വയംഭൂ എന്നാണ് അറിയപ്പെടുന്നത്, അതായത് സ്വയമായി വന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലെ കഥ ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മാവിന് യഥാർത്ഥത്തിൽ 5 തലകൾ ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ ശക്തി തനിക്കേ ഉള്ളൂ എന്നും സൃഷ്ടി നിർത്തിയാൽ ലോകം നിശ്ചലമാകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സൃഷ്ടിയുടെ ശക്തിയുടെ ഏക ഉടമയായി സ്വയം കണക്കാക്കാൻ ബ്രഹ്മാവിനെ ഇത് പ്രേരിപ്പിച്ചു. അതിൽ അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ വിധി തൻ്റെ കയ്യിലാണെന്നുള്ള വിശ്വാസം പിന്നീട് അദ്ദേഹത്തിനെ അഹങ്കാരത്തിലേക്ക് നയിച്ചു. ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്താൽ കോപിഷ്ഠനായ പരമശിവൻ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ ശിരസ് ഛേദിക്കുകയും സൃഷ്ടിയുടെ ശക്തി ബ്രഹ്മാവിൽ നിന്ന് അപഹരിക്കുകയും ചെയ്തു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഉടൻ തന്നെ തപസ്സിനായി ശ്രമിച്ചു. തന്നെ രക്ഷിക്കാൻ ശിവന് മാത്രമേ കഴിയുള്ളൂ അദ്ദേഹം തിരിച്ചറിഞ്ഞു. തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അദ്ദേഹം തൃപ്പത്തൂരിലെത്തി 12 വ്യത്യസ്ത ശിവലിംഗങ്ങൾ സൃഷ്ടിച്ച ശേഷം ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ 12 ശിവലിംഗങ്ങളും പലയിടത്തായി നമുക്കവിടെ കാണാൻ കഴിയും.
ബ്രഹ്മാവിൻ്റെ തപസ്സിനിടയിൽ ബ്രഹ്മസമ്പത്ത് ഗൗരി എന്നറിയപ്പെടുന്ന ദേവി അമ്പാൾ ബ്രഹ്മാവിൻ്റെ മനഃപൂർവ്വമല്ലാത്ത തെറ്റ് ചൂണ്ടിക്കാണിച്ച് ക്ഷമിക്കാൻ ശിവനോട് അപേക്ഷിച്ചു. ബ്രഹ്മാവ് അത്തരം അഹങ്കാരം ആവർത്തിക്കില്ലെന്ന് ദേവി ശിവന് ഉറപ്പു നൽകി. ശിവൻ ബ്രഹ്മാവിനോട് ക്ഷമിക്കാമെന്ന് സംഭവിച്ചു. ബ്രഹ്മാവിൻ്റെ പാപത്തിൽ നിന്ന് ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. പക്ഷേ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല വീണ്ടെടുക്കാൻ ശിവൻ തീരുമാനിച്ചില്ല. അഹങ്കാരത്തിൻ്റെ അനന്തരഫലങ്ങൾ ഊന്നിപ്പറയുന്ന ഈ പ്രവൃത്തി ഭാവി തലമുറകൾക്ക് ഒരു പാഠമായി വർത്തിച്ചു. പരമശിവൻ പറഞ്ഞു, ഹേ ബ്രഹ്മാവേ, നിന്റെ തേജസ്സും സൃഷ്ടിയും ശക്തിയും ഞാൻ തിരികെ നൽകുന്നു. നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ വിധി മാറ്റി. ഇതുപോലെ ഈ ക്ഷേത്രത്തിൽ നിങ്ങളെ സന്ദർശിക്കുന്ന ഏതൊരാളും നിങ്ങളുടെ കൃപയിൽ നിന്നും വളരെയധികം പ്രയോജനം നേടുകയും അവൻ്റെ വിധി മെച്ചപ്പെട്ടതായി മാറുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം എന്തെന്നാൽ ബ്രഹ്മാവിൻ്റെ കൃപയാൽ വിധി മാറ്റി എഴുതാൻ അർഹതപ്പെട്ട ഏതൊരാളും സ്വമേധയാ ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴി കണ്ടെത്തും എന്നാണ് അറിയപ്പെടുന്നത്. തിങ്കൾ, വ്യാഴം, ജന്മതീയതി അല്ലെങ്കിൽ ജന്മനക്ഷത്രം എന്നിവ ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ അനുകൂലമായ ദിവസങ്ങളാണ്. ഇനിയും പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. 4 മണിക്ക് ഇവിടെ എത്തിയ ഞാൻ 6 മണിയോട് സ്പെൻഡ് ചെയ്തു. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിരുച്ചിയിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.